എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 10th പ്രിലിമിനറി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പാർട്ട് 10. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏത്? എ. ആരവല്ലി, ബി. വിന്ധ്യ, സി. പശ്ചിമഘട്ടം, ഡി. പൂർവഘട്ടം. ഉത്തരം എ. ആരവല്ലി. ആരവല്ലി നിരയിലെ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അജ്മീർ. രണ്ടാമത്തെ ചോദ്യം: ഏത് അയൽ രാജ്യവുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്? എ. ചൈന, ബി. പാകിസ്ഥാൻ, സി. ബംഗ്ലാദേശ്, ഡി. നേപ്പാൾ. ഉത്തരം സി. ബംഗ്ലാദേശ്. ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 7: ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 2: ശ്രീലങ്ക, മാലിദ്വീപ്. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം ഏത്? എ. കൈഗ, ബി. താരാപൂർ, സി. കക്രപാറ, ഡി. നരോറ. ഉത്തരം ബി. താരാപൂർ. ഇന്ത്യൻ ആണവ വൈദ്യുത നിലയങ്ങൾ: നരോറ ഉത്തർപ്രദേശ്, താരാപൂർ മഹാരാഷ്ട്ര, കൈഗ കർണാടക, കൽപ്പാക്കം തമിഴ്നാട്, കൂടംകുളം തമിഴ്നാട്. നാലാമത്തെ ചോദ്യം: ചൗരി ചൗര സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. സിവിൽ നിയമലംഘന സമരം, ബി. ക്വിറ്റ് ഇന്ത്യ സമരം, സി. ചമ്പാരൻ സമരം, ഡി. നിസ്സഹകരണ സമരം. ഉത്തരം ഡി. നിസ്സഹകരണ സമരം. നിസ്സഹകരണ പ്രമേയം അവതരിപ്പിച്ചത് മഹാത്മാഗാന്ധി. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. അഞ്ചാമത്തെ ചോദ്യം: ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം? എ. 1917, ബി. 1918, സി. 1919, ഡി. 1920. ഉത്തരം സി. 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവയ്ക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ജനറൽ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഹി ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് മഹാത്മാഗാന്ധി. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.